കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടി രചനയും സംവിധാനം നിർവഹിച്ച് അദ്ദേഹം തന്നെ നായകനായിട്ട് വന്ന് ഒപ്പം രുക്മിണി വസന്ത്, ജയറാം തുടങ്ങിയവർ അഭിനയിച്ച ഈ കന്നഡ പീരിയോഡ് മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമയെ കുറിച്ചാണ് ഇന്ന്. കാന്താര ഗോത്ര തലവനായിരുന്ന ബർമയുടെ കഥയാണ് ഇത്തവണ പറയുന്നത്. ആരായിരുന്നു അയാൾ, എന്താണ് അയാളുടെ ജന്മോദ്ദേശം, ബാംഗ്ര സാമ്രാജ്യത്തെ രാജാവുമായിട്ട് അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് കാന്താര ചാപ്റ്റർ 1 പറയുന്നത്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ടാൽ വേർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ക്ലൈമാക്സിലെ ഒരു 20 മിനിറ്റ് മതി നമുക്ക് നമ്മൾ കൊടുത്ത കാശ് മുതലാകാനെന്ന് പറയാം. ഇതിന്റെ ക്ലൈമാക്സ് കൊണ്ട് എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവാൻ, മൈൽഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഓർക്കുക. പടത്തിന്റെ പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഋഷഭ് ഷെട്ടിയുടെ കിടിലം പെർഫോമൻസ്, അതും അവസാനത്തെ 20 മിനിറ്റ്സ് അന്യായമാണ്. ശരിക്കും രോമഹർഷം നൽകുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ ക്ലൈമാക്സിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാന്താര ആദ്യത്തെ സിനിമയിൽ അവർ അച്ഛനും മകനും ഒക്കെ അപ്രത്യക്ഷരാകുന്ന ആ ഒരു അഗ്നിവലയം ഉണ്ടല്ലോ, അതിന്റെ മിസ്റ്ററി എന്താണെന്നുള്ളത് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ആ ഒരു ഭാഗം വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു രോമാഞ്ചം വന്നതെന്ന് പറയാം. ഈ 3 നായകന്മാരും ആക്ച്വലി ഒന്നാണെന്ന് തെളിയിക്കുന്ന ആ ഒരു സങ്കല്പം, ഞാനതിന് തത്വമസി എന്ന് പറയും. പക്ഷെ ആ ഒരു സംഭവമാണ് ഈ പടത്തിന്റെ USP. ഒപ്പം വരാഹരൂപം പാട്ടും ആ ഒരു മ്യൂസിക്കും ഒക്കെ അവിടെ ഉൾപ്പെടുത്തിയത് ആ സീനിനെ വല്ലാതെ തന്നെ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. പടം തുടങ്ങി ടൈറ്റിൽ ക്രെഡിറ്റ്സ് കാണിക്കുന്നത് വരെ ആ ഒരു ഇൻട്രോ പോർഷൻസ്, ഇന്റർവെല്ലിലുള്ള ഫൈറ്റ്, പുലി വരുന്ന സീൻ, ആരാണ് ശരിക്കും വില്ലൻ എന്നുള്ള റിവീൽ, നായകൻ ശരിക്കും ആരാണെന്നുള്ള റിവീൽ, ക്ലൈമാക്സ്, ഇതൊക്കെ ഗംഭീരമാണ്. മൊത്തത്തിൽ ഈ സിനിമയിൽ എവിടെയൊക്കെ കാട് അല്ലെങ്കിൽ കാന്താര കാണിക്കുന്നുണ്ടോ അതൊക്കെ കിടുവാണ്. അതായത് ഇതിന്റെ മിത്തോളജിക്കൽ പോർഷൻസ് മനോഹരമാണ്. ബർമ എന്ന കാന്താര ഗോത്ര തലവനായിട്ട് ഋഷഭ് ഷെട്ടി ഗംഭീര പെർഫോമൻസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഭാഗങ്ങളിലെ പ്രകടനം, ഈ ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ട് താൻ ആരാണ് ശരിക്കും എന്നുള്ള റിവീലിംഗ് ഒക്കെ നമുക്കൊരു ഗൂസ് ബംസ് നൽകുന്നുണ്ടായിരുന്നു. ക്ലീഷേ നായിക റാണിയെ പോലെ തുടങ്ങി എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട് പിന്നെ മാറിയ ഒരു കഥാപാത്രമായിരുന്നു രുക്മിണി വസന്ത് ചെയ്ത കനകവതി എന്ന കഥാപാത്രം. പുള്ളിക്കാരി സോളിഡ് പെർഫോമൻസ് ആണ് നൽകിയിട്ടുള്ളത്. മലയാളം ഡബ്ബിംഗിൽ കൊടുത്ത ശബ്ദം കുറച്ച് ഓവറായിട്ട് ചിലയിടങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഋഷഭ് ഷെട്ടിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജയറാമേട്ടനെ അവിടെ കന്നഡയെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് നല്ലൊരു റോൾ നൽകി എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഈ അടുത്ത കാലത്ത് തമിഴ്, തെലുഗു പടങ്ങളിലൊക്കെ അദ്ദേഹം പോയി അഭിനയിച്ച, ഇപ്പൊ വിജയുടെ ആണെങ്കിലും സൂര്യയുടെ ആണെങ്കിലും ഒക്കെ പടങ്ങളിൽ ഒരു കോമാളി അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെടുന്ന കഥാപാത്രമാണ് അദ്ദേഹം കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു പേഴ്സണൽ സന്തോഷം എനിക്കുണ്ട് കേട്ടോ. കോമഡി ഭാഗങ്ങളിൽ വെറുപ്പിക്കലായിരുന്നുവെങ്കിലും സീരിയസ് ഭാഗങ്ങളിൽ നന്നായിട്ടുണ്ടായിരുന്നു. കുലശേഖര രാജാവായിട്ട് വന്ന ഗുൽഷൻ ദേവയ്യ, ഇതിലെ ബർമയുടെ കൂട്ടുകാരായിട്ട് വന്ന കുറെ ആൾക്കാരുടെ ഉൾപ്പെടെയുള്ള കോമഡികളും ആക്ടിങ്ങും അരോചകമായിട്ടാണ് തോന്നിയത്. പടം ടെക്നിക്കലി ടോപ്പ് നോച്ച് ആണ്. അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അജനീഷ് ലോകനാഥ് ഒരുക്കിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കുമാണ്. ഈ സിനിമയുടെ നട്ടൽ എന്ന് പറയുന്നത് ഇതിന്റെ സംഗീതമാണ് എന്ന് പറയാം. അതില്ലെങ്കിൽ ഈ പടം ഒന്നുമല്ല. അതും വരാഹരൂപം പാട്ട്, മറ്റേ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഇവര് സോൾവ് ആക്കി ഇവരിനി റൈറ്റ്സ് മേടിച്ചോന്ന് എനിക്കറിയത്തില്ല. ആ ഒരു മ്യൂസിക് ഇതിൽ ഉൾപ്പെടുത്തിയത് ഇതിന്റെ വലിയൊരു നേട്ടം തന്നെയാണ്. അത് നൽകുന്ന ഒരു ഫീല് ഭയങ്കര രസമായിരുന്നു. അരവിന്ദ് എസ് കശ്യപിന്റെ ക്യാമറ, സുരേഷ് മല്ലയ്യയുടെ എഡിറ്റിംഗ് എല്ലാം സ്റ്റാൻഡേർഡ് ആണ്. പടത്തിന്റെ പ്രൊഡക്ഷൻ വാല്യൂ എടുത്ത് തന്നെ പറയണം. ഡീസന്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വർക്കുകളൊക്കെയാണ് പടത്തിലുള്ളത്. രാത്രികാല വിഷ്വലുകൾ, കാടിന്റെ വിഷ്വലുകൾ, അപ്പോഴത്തെ കളർ ടോൺ ഒക്കെ നല്ലതാണ്. പടത്തിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ്സ് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ പ്രഷർ വന്നപ്പോൾ അവരുടെ ആ ഒരു ഒറിജിനൽ സത്ത നഷ്ടപ്പെട്ടതുപോലെ ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ ഒരു ബാഹുബലി, പൊന്നിയിൻ സെൽവൻ, അതിന്റെയൊക്കെ ഒരു ഷെയ്ഡ്സ് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല മടുപ്പിക്കൽ ഉണ്ടെന്ന് തന്നെ പറയാം. അതായത് നല്ലൊരു ഇൻട്രോയും സ്റ്റാർട്ടിംഗ് ടൈറ്റിലിനൊക്കെ ശേഷം ഈ ഒരു മിത്തോളജിക്കൽ പോർഷൻ, അതും അല്ലെങ്കിൽ ഈ തെയ്യക്കോലം സീൻസ് ഒക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത്തരം സീനുകളൊക്കെ കുറച്ചിട്ട് ഫസ്റ്റ് പാർട്ടിലെ പോലെ കുറെ മസാല കോമഡി ഒക്കെ കാണിച്ച് പടം ഇഴപ്പിച്ചിട്ടുണ്ട്. ജയറാമിന്റെ മകന്റെ കൊട്ടാരം, അവിടേക്കുള്ള ഋഷഭ് ഷെട്ടി ടീം കൂട്ടുകാരും പോയി കഴിഞ്ഞ് കുറെ വളിച്ച കോമഡിയും, കച്ചവടം സീൻ, ബോറിംഗ് ആയിട്ടുള്ള ഒരു ലവ് ട്രാക്ക്, ഇതെല്ലാം കൂടി ആ ഒരു മണിക്കൂറോളം പടം ഒന്ന് വെറുപ്പിച്ചിട്ടുണ്ട്. കുറെ സീനുകൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിച്ചു നീട്ടിയ പോലെയും തോന്നി. കൊട്ടാരം, അവരുടെ കച്ചവടം, റൊമാൻസ്, കോമഡി പോർഷൻസ് ഒക്കെ കോസ്റ്റ്യൂം ഇട്ട നാടകം പോലെയുള്ള ഒരു ഫീലാണ് തന്നത്. അവിടുത്തെ കുടില്, കട സെറ്റൊക്കെ അപ്പോൾ പുതിയതായിട്ട് കെട്ടിയതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മലയാളം ഡബ്ബിങ്, പ്രത്യേകിച്ച് കോമഡിയുടെ മോഡുലേഷൻ ഒക്കെ നല്ല ബോറാണ്. ആരാണ് മലയാളം ഡബ്ബിംഗ് എന്ന് അറിയത്തില്ല. ഡയലോഗുകൾക്ക് വളരെ കൃത്രിമത്വം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു കടമ്പകളൊക്കെ താണ്ടിയാൽ സെക്കൻഡ് ഹാഫില് പടം നല്ലതാണ്. ഞാൻ കുറച്ചുകൂടി ഒരു
തെയ്യക്കോലം സീക്വൻസ് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ അത് കുറവായിരുന്നു. പിന്നെ ഈ മരണം അങ്ങനെയുള്ള ചില ദുരന്തം സീനുകളിലൊക്കെ ഇമോഷണൽ കണക്ഷൻ കുറവായിരുന്നു. അപ്പോഴത്തെ മ്യൂസിക്കിനും അതിനെ രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് പറയാം. നമുക്കൊരു ഭയങ്കര സങ്കടമൊന്നും ഫീൽ ചെയ്തില്ല. മൊത്തത്തിൽ വന്ന ഹൈപ്പിനനുസരിച്ച് പരിപൂർണമായിട്ടും ഉയർന്നിട്ടില്ല എങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു സെക്കൻഡ് ഹാഫ്, കുറെ നല്ല ഹൈ മൊമെന്റ്സ്, നല്ല ക്ലൈമാക്സ്, നല്ല പ്രകടനങ്ങളൊക്കെ കൊണ്ട് വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കാന്താര ചാപ്റ്റർ 1. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞ കുറെ നല്ല സീൻസ് ഉള്ളത് കൊണ്ട് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. നല്ല സൗണ്ട് ആൻഡ് പിക്ചർ ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. 2 മണിക്കൂർ 48 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, പക്ഷെ അല്പം വയലൻസ് ഉണ്ട്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.